നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ പോയാൽ UDF-ന് ഭരണ തുടർച്ച ലഭിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും ഒന്നിച്ചു പോകുന്നില്ല. ആന്റണി കരുണാകരൻ കാലം പോലെ ഇനി നടക്കില്ലെന്നും രമേശ് ചെന്നിത്തല ക്ലോസ് എൻകൗണ്ടറിൽ. ഇങ്ങനെ പോയാൽ കേരളത്തിൽ UDF-ന് ഭരണ തുടർച്ച ഉണ്ടാവുമോ? ഇങ്ങനെ പോയാൽ ഉണ്ടാവില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ഒരുമിച്ച് പോയാൽ ഉണ്ടാവുക. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐ ഗ്രൂപ്പ് മത്സരിക്കുമെന്നും രമേശ് ചെന്നിത്തല. ആലപ്പുഴയിൽ സജി ചെറിയാൻ CPIM ജില്ലാ സെക്രട്ടറി. CB ചന്ദ്രബാബു തുടരട്ടെ എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം സുധാകരപക്ഷം തള്ളി. വയനാട് ജില്ലാ സെക്രട്ടറിയായി CK ശശീന്ദ്രൻ തുടരും. ഗണേഷ് കുമാർ ദേശീയ ഗെയിംസ് സംഘാടക സമിതി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. നടപടി ഗെയിംസ് നടത്തിപ്പിലെ ധൂർത്തിൽ പ്രതിഷേധിച്ച്. നിരുത്തരവാദപരവും അന്യായവുമായ നടപടികൾക്ക് നിശബ്ദ സാക്ഷിയാകാനില്ലെന്ന് ഗണേഷ് കുമാർ. ജമ്മുകശ്മീർ അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും ആക്രമണ പ്രത്യാക്രമണം ശക്തമാക്കി. പാക് വെടിവെപ്പിൽ 2 ജവാന്മാരും 1 സ്ത്രീയും കൊല്ലപ്പെട്ടു. ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഒരു പാക് പെൺകുട്ടി കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. കൊച്ചി മെട്രോ ഭൂമി ഏറ്റെടുക്കൽ വീണ്ടും പ്രതിസന്ധിയിൽ. ജില്ലാ ഭരണകൂടം വീഴ്ച വരുത്തുന്നുവെന്ന് KMRL. ജില്ലാ കലക്ടർക്ക് ഭിന്ന താൽപര്യം. ആരോപണം ജില്ലാ ഭരണകൂടത്തെ മോശമാക്കാനെന്ന് കലക്ടർ. മെട്രോ നിർമ്മാണം വൈകില്ലെന്ന് മുഖ്യമന്ത്രി. സജി ചെറിയാനെ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. നിലവിലുള്ള ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബുവിനെ തുടരാൻ അനുവദിക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം സുധാകരപക്ഷം തള്ളിയതോടെയാണ് സജി ചെറിയാൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജില്ലാ കമ്മിറ്റിയിൽ പുതുതായി 5 പേരെ ഉൾപ്പെടുത്തി. ഏറെ നേരം നീണ്ട സമവായ ശ്രമങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി സജി ചെറിയാനെ തെരഞ്ഞെടുത്തത്. സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുന്ന സാഹചര്യത്തിൽ CB ചന്ദ്രബാബുവിനെ തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ CB ചന്ദ്രബാബുവിനെ മാറ്റണമെന്ന് G സുധാകരനും സുധാകരൻ നേതൃത്വം നൽകുന്ന ഔദ്യോഗിക പക്ഷവും കടുംപിടുത്തം പിടിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായി സംസ്ഥാന നേതാക്കൾ വെവ്വേറെ സംസാരിച്ചപ്പോഴും ഔദ്യോഗിക പക്ഷം അയഞ്ഞില്ല. ഇതേ തുടർന്ന് സുധാകരന്റെ കടുംപിടുത്തത്തിന് വഴങ്ങി സജി ചെറിയാന്റെ പേരിന് സംസ്ഥാന നേതൃത്വം അംഗീകാരം നൽകുകയായിരുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ CB ചന്ദ്രബാബു തന്നെ സജി ചെറിയാന്റെ പേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ R നാസർ പിന്താങ്ങുകയും ചെയ്തു. ജില്ലാ കമ്മിറ്റി ഐക്യകണ്ഠേന സജി ചെറിയാനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. കഴിഞ്ഞ 37 വർഷമായി ഒരുപാട് ചുമതലകൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഒരു ചുമതല കൂടി ഏൽപ്പിക്കുന്നു. അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. 43 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 2 ഒഴിവുകളുണ്ട്. ബാഹുലേയൻ, അബ്ദുൾ ഷുക്കൂർ, K രാഘവൻ എന്നിവരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ 5 പേരെ പുതുതായി ഉൾപ്പെടുത്തി. G ഹരിശങ്കർ, N സജീവൻ, PS സാബു, VS മണി, K മധുസൂദനൻ എന്നിവരാണ് പുതുതായി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തപ്പെട്ടവർ. ജില്ലാ കമ്മിറ്റിയിൽ യുവാക്കൾക്കും വനിതകൾക്കും അധിക പ്രാതിനിധ്യം എന്ന മേൽക്കമ്മിറ്റി നിർദ്ദേശം ആലപ്പുഴ സമ്മേളനത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. G സുധാകരപക്ഷത്തിന്റെ ആധിപത്യം അരക്കിട്ടുറപ്പിച്ചാണ് CPIM-ന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് കൊടിയിറങ്ങുന്നത്. എന്നാൽ വിഭാഗീയത പൂർണ്ണമായും തുടച്ചു നീക്കാനായില്ലെന്ന് ആലപ്പുഴ ജില്ലാ സമ്മേളനം തെളിയിക്കുന്നു. ശരണ്യ സ്നേഹജനും രഘുനാഥ് നാരായണനുമൊപ്പം രതീഷ്, റിപ്പോർട്ടർ, ആലപ്പുഴ. കൃഷ്ണപിള്ള സ്മാരകം തകർത്തത് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഹൃദയഭേദകമായ സംഭവമായിരുന്നുവെന്ന് സ്ഥാനമൊഴിഞ്ഞ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു. വിഷയത്തിൽ പാർട്ടി ശരിയായ നിലപാടെടുത്തു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന വിശ്വാസത്തിലാണ് സ്ഥാനമൊഴിയുന്നതെന്നും CB ചന്ദ്രബാബു പറഞ്ഞു. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ടതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തനിക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് CB ചന്ദ്രബാബു പറഞ്ഞു. ആ സ്മാരകത്തിന് നേരെയുണ്ടായ അതിക്രമത്തിന് ഉത്തരവാദിത്തം പറയാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ജില്ലാ സെക്രട്ടറിക്കാണ്. ആ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത് അങ്ങേയറ്റം ഹൃദയവേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. സ്മാരകം തകർത്ത കേസിലെ 1-ാം പ്രതിയുടെ ഭാര്യയ്ക്ക് ജോലി നൽകിയത് പാർട്ടി തീരുമാനപ്രകാരമാണ്. ലതീഷിന്റെ ഭാര്യ എന്ന നിലയിലല്ല അവർക്ക് ജോലി നൽകിയത്. സഖാവ് ദിമിത്രോവിന്റെ മകൾക്ക് പാർട്ടിക്ക് ഇടപെടാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അതിനൊരു വരുമാന മാർഗം ഉണ്ടാക്കണം എന്നുള്ള പാർട്ടി ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പൊതുചർച്ചയിൽ CB ചന്ദ്രബാബുവിനെതിരെ ഉയർന്ന വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെ: വിമർശനം കുറച്ചുകൂടി വേണമായിരുന്നു എന്നാണ്. വിമർശനത്തിന്റെ അളവ് വേണ്ടത്ര ഉണ്ടായില്ല എന്ന അഭിപ്രായമാണ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ പ്രതികളോട് പറഞ്ഞത്. വിഭാഗീയ പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ സാധിച്ചു. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്നും ചന്ദ്രബാബു പറഞ്ഞു. ടീം റിപ്പോർട്ടർ, ആലപ്പുഴ.
ആനത്തലവട്ടമാനത്തൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം NM പിയേഴ്സൺ, ഇടത് ചിന്തകൻ മാധവൻകുട്ടി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഭാസുരേന്ദ്ര ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ആനത്തലവട്ടമാനത്തൻ, സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയിലെ സെക്രട്ടറിയെ മാറ്റിയിരിക്കുന്നു പതിവിൽ നിന്ന് വിരുദ്ധമായി. മാത്രമല്ല ആലപ്പുഴയിൽ വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല കൊടികുത്തി വാഴുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വിഭാഗീയത അവസാനിപ്പിക്കാൻ കഴിഞ്ഞ സമ്മേളനത്തിലോ അതിനു മുമ്പത്തെ സമ്മേളനത്തിലോ ഒക്കെ സാധിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ ആദ്യം ജില്ലാ സമ്മേളനം നടന്ന ഒരു ജില്ലയിൽ ഈ 2014 പാർട്ടി കോൺഗ്രസിൽ പോലും അതിന് സാധിച്ചില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടാണോ താങ്കൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ കാണുന്നത്? അല്ല നികേഷേ, ഇവിടെ വിഭാഗീയത എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ അകത്തുണ്ടായത് ആശയപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ്. അത് രണ്ട് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചതിന് ഫലമായിട്ടാണ് ആ വിഭാഗീയത തുടങ്ങിയത്. 2-3 സമ്മേളനങ്ങളുണ്ടായിരുന്നു. അത് ഇത്തവണ ആദ്യമായി നടന്ന സമ്മേളനം ആലപ്പുഴ സമ്മേളനമാണ്. അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രപരമായോ ആശയപരമായോ പാർട്ടി എടുത്ത ടാക്ടിക്കൽ ലൈനെ സംബന്ധിച്ചോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. പിന്നെ എങ്ങനെ വിഭാഗീയതയാകുന്നത്? ഇത് ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന സഹാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഏത് പാർട്ടിയിലാണ് ഉണ്ടാകാത്തത്? ഓരോരുത്തർക്കുള്ള ആ അഭിപ്രായങ്ങൾ പറയും. ഒരു മത്സരവുമില്ലാതെ യുനാനിമസായി കമ്മിറ്റിയെയും സെക്രട്ടറിയെയും എല്ലാം തിരഞ്ഞെടുക്കാൻ സാധിച്ചു. പാർട്ടി സംസ്ഥാന സമ്മേളനം അവിടെ നടക്കുന്നതുകൊണ്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറിക്ക് മാറ്റം വന്നുകൂടാതൊന്നും ഒരു വ്യവസ്ഥയുമില്ല. പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഭംഗിയായി നടത്തക്ക വിധത്തിൽ അല്ല, ഫലപ്രദമായ ഒരു കമ്മിറ്റിയെ യുനാനിമസായി തിരഞ്ഞെടുക്കുക. ഇതൊരു 10-20 മിനിറ്റ് കൊണ്ട് സമ്മേളന പ്രതിനിധികളെ, സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ തിരഞ്ഞെടുക്കുകയും 1 മിനിറ്റിനകം കൊണ്ട് സ്ഥാനമൊഴിയുന്ന ചന്ദ്രബാബു തന്നെ പുതിയ സെക്രട്ടറിയുടെ പേര് പറയുകയും ചെയ്ത് യുനാനിമസായ എല്ലാ തിരഞ്ഞെടുപ്പും നടന്നതിൽ എങ്ങനെയാണ് വിഭാഗീയത, എങ്ങനെയാണ് ഇതെല്ലാം കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിണറായി വിജയൻ CB ചന്ദ്രബാബു തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരട്ടെ എന്നാവശ്യപ്പെടുകയും എന്നാൽ G സുധാകരൻ്റെ വാശിയിൽ സജി ചെറിയാൻ ജില്ലാ സെക്രട്ടറിയായി തീരുകയും ഒക്കെ ചെയ്തു. അതായത് സംസ്ഥാന നേതൃത്വത്തിന് ജില്ലയിലെ വിഭാഗീയതയിൽ ഇടപെടാൻ കഴിയാത്ത, ജില്ലാ സെക്രട്ടറിയെ നിലനിർത്തി സമന്വയം സാധ്യമാക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ആലപ്പുഴ മാറിക്കഴിഞ്ഞു എന്നാണോ അതോ ആലപ്പുഴ തന്നെയാണ് 14 ജില്ലകളും എന്നാണോ? അല്ല, ആലപ്പുഴയുടെ കാര്യത്തിൽ വളരെ ശക്തമായ വിഭാഗീയത നിലനിൽക്കുന്നു എന്നും ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലുള്ള വിഭാഗീയതയുടെ ഒരു പ്രദേശമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആരോപണമാണ് സമ്മേളനം നടക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത്. അത് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് സമ്മേളനം അവസാനിക്കുന്നത്. മാത്രമല്ല അതിശക്തമായിട്ടുള്ള രീതിയിൽ അവിടെ പ്രാദേശികമായിട്ടുള്ള വിഭാഗീയത ശക്തമായി നിലനിൽക്കുകയും അത് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ആഗ്രഹിച്ചത് നടക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതാണ്. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, P. കൃഷ്ണപിള്ള സ്മാരകം അടിച്ചു പൊളിക്കുക, അതേക്കുറിച്ച് പാർട്ടിക്ക് മൗനം അവലംബിക്കേണ്ടി വരിക, പോലീസിൻ്റെ കണ്ടെത്തലിന് ചേർന്ന് നിന്നുകൊണ്ട് നടപടിയെടുക്കേണ്ടി വരിക, G സുധാകരൻ്റെ ഗ്രൂപ്പ്, പിണറായി വിജയൻ്റെ ഗ്രൂപ്പ്, തോമസ് ഐസക്കിൻ്റെ ഗ്രൂപ്പ്, VS അച്യുതാനന്ദൻ്റെ ഗ്രൂപ്പ്, ഇങ്ങനെ ചെറുകിട ഗ്രൂപ്പുകളായി പാർട്ടി വേർതിരിഞ്ഞ് നിന്ന് തമ്മിലടിക്കുക, ഇതെല്ലാം തന്നെയും താങ്കൾ പറഞ്ഞത് ശരിയാണ്, വിഭാഗീയതയല്ല, പച്ച മലയാളത്തിൽ ഗ്രൂപ്പിസം തന്നെയാണ്. ആ ഗ്രൂപ്പിസം നിലനിൽക്കുന്ന ഒരു ജില്ലയിൽ സംസ്ഥാന നേതൃത്വത്തിന് ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ ഓരോ ഗ്രൂപ്പിനും നേതാക്കന്മാരും അവരുടെ സംരക്ഷണവും എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അനഭിലഷണീയമായ കാര്യമാണ് എന്നും അതിൽ ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ അവിടെ കാര്യങ്ങൾ വഷളായി എന്നുമുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കില്ലേ? നികേഷേ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ്. എനിക്ക് അതൊന്നും ദൃശ്യമായിട്ടില്ല. നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് അവിടെ എന്തൊക്കെയോ 4 ഗ്രൂപ്പായിട്ട് നിന്നാണെന്ന്. അങ്ങനെ അവിടെ ഒരു ഗ്രൂപ്പ് നിന്നില്ല. ഇത്രയും നന്നായി സമ്മേളനം നടന്നത് ഒരുപക്ഷേ ഈ സമ്മേളനത്തിൽ പോകുമ്പോൾ എനിക്കും തോന്നി അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കത്തക്ക വിധത്തിൽ ഈ കൃഷ്ണപിള്ള സ്മാരകം അതിൻ്റെ തകർച്ച ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തോ മഹാസംഭവങ്ങൾ നടക്കുമെന്നൊരു മനസ്സിലൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നുമില്ല. വളരെ ന്യായമായ രീതിയിൽ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിന് ഉചിതമായ മറുപടിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ ജില്ലാ സെക്രട്ടറി എന്ന ചന്ദ്രബാബുവും പറഞ്ഞു. ഒരു പ്രകോപനവും ആരുടെയെങ്കിലും അനുനയമോ പ്രീണനമോ ഒന്നുമില്ലാതെ തന്നെ
ഒരു സമ്മേളനത്തിൽ എങ്ങനെയാണോ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്, ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്, ആ നടപടിക്രമം അനുസരിച്ച് നടന്നിട്ടുണ്ട്. ജനാധിപത്യപരമായി തന്നെ അത് നടന്നിട്ടുണ്ട്. മത്സരം പോലുമില്ലാതെ ഇത്രയും യുനാനിമസായി ഒഴിഞ്ഞു പോണ സെക്രട്ടറി തന്നെ പുതിയ സെക്രട്ടറിയുടെ പേര് സജസ്റ്റ് ചെയ്ത് സന്തോഷപൂർവ്വം എല്ലാവരും കൂടി അംഗീകരിച്ചിറങ്ങിയ ഒരു സമ്മേളനത്തെ ഇങ്ങനെ നിങ്ങൾ ചർച്ച ചെയ്ത് അവിടെ എന്തോ 4 ഗ്രൂപ്പായി നടന്നു, അതിനെയൊക്കെ യോജിപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടറിക്ക് സാധിച്ചിട്ടില്ല എന്നെല്ലാം പറയുന്ന ഭാവന മാത്രമാണ്. ഞാനൊരു കാര്യം ആദ്യം പറഞ്ഞത് പൂർത്തിയാക്കാൻ സാധിക്കാത്തതുകൊണ്ട്, ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കോൺഗ്രസ് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത പോലെ നോമിനേറ്റഡ് പാർട്ടിയല്ല. എല്ലാ കാര്യവും പാണക്കാട് തങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് തങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന മുസ്ലിം ലീഗ് അല്ല. ഇവിടെ ഇതിനകത്ത് ഓരോ വ്യക്തിക്കും അഭിപ്രായമുണ്ടായിരിക്കും, സഹാക്കൾക്ക് അഭിപ്രായമുണ്ടായിരിക്കും. ആ അഭിപ്രായം അവർ പ്രകടിപ്പിക്കും. ഭൂരിപക്ഷം തീരുമാനം വരുന്നതിൻ്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തീരുമാനം വരും. അത് ന്യൂനപക്ഷം അംഗീകരിക്കുമെന്നുള്ള ലെനിൻ്റെ സംഘടനാ തത്വം അത് നടപ്പാക്കലാണ് ആലപ്പുഴയിൽ നടന്നത്. ഈ കേരളത്തിൽ ആ സമ്മേളനത്തിന്റെ ആദ്യാവസാനം താങ്കൾ ഉണ്ടായിരുന്നല്ലോ. ശ്രീ പിണറായി വിജയന്റെ പ്രസംഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: വിഭാഗീയതയിൽ വലിയ തോതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിലെ വിഭാഗീയത പാർട്ടിയുടെ കൂടപ്പിറപ്പാണ്, വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്നു, അതിന് നേതൃത്വം നൽകുന്നവർ തിരുത്തണമെന്ന്. ആ തരത്തിൽ ഗ്രൂപ്പിസം അവിടെ വളർന്നു നിൽക്കുന്നു. അതിൻ്റെ കാരണം നേതാക്കളായ ഗ്രൂപ്പ് നേതാക്കൾ തന്നെയാണ് എന്ന നിലയിൽ ശ്രീ പിണറായി വിജയന് മറുപടി പ്രസംഗത്തിൽ വിലയിരുത്തേണ്ടി വന്നിട്ടില്ലേ? ആ സാഹചര്യം എങ്ങനെ ഉണ്ടായി? അല്ല, ഒരു ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അഭിപ്രായം വരും. സോളാർ സമരത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഭൂസമരത്തെക്കുറിച്ച് സമരം പോരാന്നുള്ള അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നതിനെതിരായ സമരം. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ ഓരോ സഖാവിനും ഓരോ വീക്ഷണത്തിലാണ് അവർ അവതരിപ്പിക്കുന്നത്. അതിനെയൊക്കെ സംബന്ധിച്ച് പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. നല്ല സമഗ്രമായ വ്യക്തമാകുന്ന പക്ഷെ ഞാൻ ചോദിക്കുന്നത് ആലപ്പുഴയിലെ വിഭാഗീയതയെക്കുറിച്ച് ശ്രീ പിണറായി വിജയൻ പ്രകടിപ്പിച്ച ആശങ്കയാണ്. വർഷങ്ങളായി ഇവിടെ വിഭാഗീയത നിലനിൽക്കുന്നത് ഗ്രൂപ്പ് തലവന്മാർ കാരണമാണ്. ആ നേതൃത്വം, അവിടെയുള്ള പ്രാദേശിക നേതൃത്വം അതിൽ തിരുത്തൽ വരുത്തണം എന്ന് ശ്രീ പിണറായി വിജയന് ഗ്രൂപ്പ് നേതാക്കളുടെ മുഖത്ത് നോക്കി പറയേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? അവിടെ ഒരു ഗ്രൂപ്പ് നേതാവിനെയും കണ്ടില്ല. ഓരോ പ്രതികളായിട്ട് വന്ന സഹാക്കൾക്ക് ഓരോരുത്തർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു. അത് സാധാരണ സമ്മേളനങ്ങളിലൊക്കെ ഈ അടുത്ത കാലത്ത് 2-3 സമ്മേളന കാലം കൊണ്ടാണല്ലോ, പാലക്കാട് സമ്മേളനം തൊട്ടാണല്ലോ ഈ ഗ്രൂപ്പ് എന്ന് പറയുക. അതിനു മുമ്പ് അതിരൂക്ഷമായ ചർച്ചയും വിമർശനങ്ങളും എല്ലാ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഞാൻ 56 പാർട്ടിയിൽ വന്നിട്ടുള്ള ആളാണ്. അതിനുശേഷം നടന്ന എല്ലാ സമ്മേളനങ്ങളിലും മുഖത്ത് നോക്കി, നേതൃത്വത്തിൻ്റെയും മറ്റും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ആരും ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ പറയുമ്പോൾ അതിനെ ഗ്രൂപ്പാക്കി ഈ പാർട്ടിയെ ഭിന്നിപ്പിക്കാൻ, ദുർബലപ്പെടുത്താൻ പാർട്ടി ശത്രുക്കൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ഗ്രൂപ്പ് ആണ്. അവിടെ സമവായം ഉണ്ടാക്കാൻ സാധിച്ചില്ല, സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു നടന്നില്ല എന്നെല്ലാം പറയുന്നത് ഈ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളാണ്. പാർട്ടി കെട്ടിപ്പടുത്ത കാലം മുതൽ അതിരൂക്ഷമായ വിമർശനം പാർട്ടി നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർ തെറ്റ് കാണിച്ചാൽ തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതവർ ഉൾക്കൊള്ളും. അതാണ് നമ്മുടെ പാർട്ടിയുടെ വിമർശനം, സ്വയം വിമർശനം എന്ന ഏറ്റവും ഫണ്ടമെന്റലായി സംഘടനാപരമായ ഒരു തത്വം നമ്മുടെ പാർട്ടി നടപ്പാക്കി മുമ്പോട്ട് പോകണത്. കോട്ടയം സമ്മേളനത്തിൽ, തിരുവനന്തപുരം സമ്മേളനത്തിൽ എല്ലാം നാം കേട്ടത് ശ്രീ പിണറായി വിജയൻ എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ പ്രഖ്യാപനങ്ങളാണ്. ഇതോടുകൂടി വിഭാഗീയത അവസാനിക്കുന്നു എന്ന്. പക്ഷേ അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ തന്നെ ജില്ലാ സമ്മേളനങ്ങളുടെ തുടക്കം തന്നെ വിഭാഗീയതയുടെ ചളിക്കുണ്ടിൽ പുരണ്ടതായിപ്പോയി എന്നുള്ളത് ഒരുപക്ഷെ വരും സമ്മേളനങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം എത്ര കണ്ട് വിഭാഗീയത ആ പാർട്ടിക്ക് അകറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുമായിരിക്കും. വി എസ് അച്യുതാനന്ദൻ പി കൃഷ്ണപിള്ള സ്മാരകം ആക്രമിച്ച സംഭവം ഉന്നയിക്കുകയും അതിലൊരു നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ആലപ്പുഴ വി എസ് അച്യുതാനന്ദൻ്റെ ജന്മദേശമാണല്ലോ. ഇപ്പോഴും വി എസ് അച്യുതാനന്ദൻ്റെതായ ഒരു ഗ്രൂപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം സംസാരിച്ച 26 പേരിൽ 25 പേരും വി എസ് അച്യുതാനന്ദനെ അതിനിശ്ചിതമായി വിമർശിക്കുകയും ഒരാൾ മാത്രം ഭാഗികമായി വി എസ് അച്യുതാനന്ദൻ്റെ കാര്യം പറഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് മാധ്യമ വാർത്തകൾ. തീർത്തും അപ്രസക്തനായി പോയോ ഈ സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദൻ ഈ പി കൃഷ്ണപിള്ള സ്മാരകത്തിലെടുത്ത നിലപാട് കൊണ്ട് മാത്രം? അല്ല, എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെടുന്നത് ഒരുതരം ഓർഗാനിക് റിലേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ജൈവികമായ ബന്ധം നേതൃത്വവും അതുപോലെ അണികളും തമ്മിലുണ്ടാകും. അങ്ങനെ വരുന്ന സമയത്താണ് പാർട്ടിയിൽ സഹാക്കൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം
വളരെ ശക്തമായിട്ടുള്ള രീതിയിലും തീവ്രമായിട്ടുള്ള രീതിയിലും അവരവതരിപ്പിക്കും. അത് വിമർശനങ്ങളായി കണക്കാക്കപ്പെടുകയും ആ വിമർശനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പ്രത്യയശാസ്ത്ര തലത്തിൽ നിന്ന് മറുപടി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സമ്മേളനത്തിലെ നേതാക്കളുടെ ചുമതല. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്താണ് എന്ന് ചോദിച്ചാൽ പാർട്ടിക്കകത്ത് യാതൊരു വിധമായിട്ടുള്ള ജൈവികമായ ബന്ധവും നിലവിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും അതാത് പ്രദേശത്തുള്ള ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന്റെയും അധികാരത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ പോരടിക്കുകയും ആ പോരാട്ടത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാട് എടുക്കുന്നവർക്ക് ആളുകളുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള ഗ്രൂപ്പിന്റെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി അനുസരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന തെളിവാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. VS ഒരു കാലത്ത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇടപെടാൻ പറ്റുന്ന തരത്തിൽ രാഷ്ട്രീയ നിലപാടെടുത്തിരുന്നു. ആ രാഷ്ട്രീയ നിലപാട് അദ്ദേഹത്തിന് പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും വലിയ തരത്തിലുള്ള അംഗീകാരം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ അംഗീകാരം മുഴുവൻ നഷ്ടപ്പെടുന്ന തരത്തിൽ അദ്ദേഹം മാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പുറത്തായാലും അകത്തായാലും ഒരു VS പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം നിലനിൽക്കും. കാരണം ആ VS പക്ഷം എന്ന് പറയുന്നത് പാർട്ടിയുടെ വിഭാഗീയതയുടെ പ്രശ്നമല്ല, പാർട്ടി എടുക്കുന്ന ഏറ്റവും ശരിയായിട്ടുള്ള നിലപാടിന്റെ, ഏറ്റവും ധാർമ്മികമായിട്ടുള്ള നിലപാടിന്റെ, സത്യസന്ധമായ നിലപാടിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് തീർച്ചയായിട്ടും ഇപ്പോഴും VSന് അംഗീകാരമുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കാക്കപ്പെടുന്നത്. ഷിയാനത്തല വട്ടമാനന്ദൻ, CB ചന്ദ്രബാബുവിനെ എന്തിനു മാറ്റി? അദ്ദേഹത്തിൻ്റെ ടേം പൂർത്തിയായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിശ്ചിത ടേമുകൾ പൂർത്തിയായിട്ടില്ലല്ലോ. P. കൃഷ്ണപിള്ള സ്മാരകം അടിച്ചു തകർത്ത സംഭവത്തിൽ നിഷ്ക്രിയനായി നിന്നു. പിന്നെയും ചില കേട്ടുകേഴ്വിയുണ്ട്, CB ചന്ദ്രബാബുവിനെ തലേ ദിവസം ഈ പറയുന്ന പ്രതികൾ വിളിച്ചിരുന്നു എന്നൊക്കെ. ഈ കാര്യത്തിലാണോ ഇപ്പോൾ CB ചന്ദ്രബാബു അവിടുത്തെ ഔദ്യോഗിക പക്ഷത്തിന് അപ്രിയനായത്? ഇതൊന്നും ഒരു കാര്യമേ അല്ല. ഇവിടെ നേരത്തെ പിയേഴ്സൺ പറഞ്ഞല്ലോ, ആശയപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഡിബേറ്റ് നടക്കുകയും അതിന് മറുപടി പറഞ്ഞു, അങ്ങനെയാണ് അപ്പുറവും ഇപ്പുറവും പറഞ്ഞു പോകുന്നത്. അന്ന് ആ നിലപാട് തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ഇപ്പം ആശയപരമായ ഏതെങ്കിലും ഒരു തർക്കം നമ്മുടെ പാർട്ടി നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് അത്തരം ഒരു തർക്കം വരുന്നില്ല. ഇതിന് മുമ്പുണ്ടായിരുന്ന 4ാം ലോകവും മറ്റു തർക്കങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായി. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പാർട്ടി അംഗീകരിച്ച പരിപാടിയുടെ അടിസ്ഥാനത്തിൽ, അടുത്ത ടാക്ടിക്കൽ ലൈനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പ്രയോഗത്തിൽ വരുത്തുമ്പോൾ അതിനുള്ള വീഴ്ചകളെയും കോട്ടങ്ങളെയും ഈ ഗവൺമെൻറ്റിനോടുള്ള സമീപനം, ഈ കേന്ദ്ര ഗവൺമെൻറ്റിനോടുള്ള സമീപനം, ഇതിനെ സംബന്ധിച്ചൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ഉചിതമായ മറുപടി പറയും. ഇവിടെ നേരത്തെ നികേഷ് പറയുന്നുണ്ട് 26 പേർ ചർച്ചയിൽ പങ്കെടുത്ത് 25 പേരും VS അച്യുതാനന്ദനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അങ്ങനെയൊന്നും അവിടെ നടക്കാത്ത കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ദൃക്സാക്ഷിയായിട്ട് കണ്ടിരുന്ന ഒരാളാണ്. എന്നിട്ട് ഇങ്ങനെ ഈ പാർട്ടിയുടെ അകത്ത് 2 ഗ്രൂപ്പാണ്, 2 വശമാണ് എന്ന് പറഞ്ഞ് ഈ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം, മറ്റ് കോൺഗ്രസിനെ പോലെ ബൂർഷ്വാ പാർട്ടികളെ പോലെ ഒരു പാർട്ടിയാണ് ഈ പാർട്ടിയും എന്ന് പറഞ്ഞ് സമർത്ഥിക്കാനുള്ള ശ്രമമാണ്, ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ്. എൻ്റെ സ്നേഹിതൻ പിയേഴ്സനോട് പറയട്ടെ, ഈ പറയുന്നത് VS അച്യുതാനന്ദൻ്റെ കൂടെ ആളില്ലെന്നോ പിണറായി വിജയൻ്റെ കൂടെ ആളില്ലെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്ത് കൂടുതലാണെന്നോ ആ ചർച്ചയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ നടക്കാറില്ല. ആരുടെ കൂടെയാണ് ആൾ കൂടുതൽ, VS അച്യുതാനന്ദൻ നാട്ടിലെ ആളുണ്ടോ, ആ പാർട്ടിക്കകത്ത് ആളുണ്ടോ, ആ ചർച്ചയൊന്നും അവിടെയല്ല. ഇവർ 2 ആളുകളും ഈ പാർട്ടിയുടെ നയം നടപ്പാക്കുന്ന കാര്യത്തിൽ അവർ ബാധ്യസ്ഥരാണ്, നിർബന്ധിതരാണ്. അവർ ആ ചുമതല നിർവഹിക്കുന്നുള്ളൂ. വ്യത്യസ്തമായ ഒരു അഭിപ്രായം VS അച്യുതാനന്ദൻ പറഞ്ഞു എന്ന് കരുതി അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ പാർട്ടിയോടൊത്തേ പോകുകയുള്ളൂ എന്ന സ്വതന്ത്രമായ നിലപാട് പറഞ്ഞു. ആ നിലപാട് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതിൽ ചിലപ്പോൾ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് പാർട്ടി അത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അത് യഥാസമയങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ അതാണോ പ്രശ്നം? ഇവിടെ രാജ്യം നേടുന്ന അതീവ ഗൗരവതരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ചർച്ചയിൽ വരുന്നില്ല. മഹാത്മാഗാന്ധിയെ കൊന്നവനെ ആ വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ എന്തായാലും പോകുന്നില്ല. ശ്രീ N. മാധവൻകുട്ടി, VS അച്യുതാനന്ദൻ എന്ന ഭീഷണി എന്തായാലും സംസ്ഥാന തലത്തിലില്ല. പക്ഷേ സംഘടനാ ശുദ്ധീകരണം സാധ്യമാകാത്ത വിധത്തിൽ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ മറ്റു വിഷയങ്ങൾ CPM-ൽ കയറി വരുന്നു. അതാണ് നമ്മൾ ആലപ്പുഴയിൽ കണ്ടത്. നികേഷ്, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലഘട്ടം മുതൽ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിൽ ഈ തരത്തിലുള്ള വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള വൈര്യനിര്യാത ബുദ്ധിയുടെ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തികൾ തമ്മിലുള്ള സങ്കുചിതമായിട്ടുള്ള മത്സരം ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ അതിൻ്റെ ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് ഇന്ന് പാർട്ടിയിൽ നിലവിലില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അതിനു പകരം
പല പ്രദേശത്തുള്ള ഓരോ സഖാക്കളുടെയും വ്യക്തിപരമായിട്ടുള്ള പരസ്പര വിശ്വാസക്കുറവിൻ്റെയും അന്യോന്യമുള്ള ചെറിയ പടലപ്പിണക്കങ്ങളുടെയും എല്ലാം ഒരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് വർഷമായി ആലപ്പുഴയിലെ പാർട്ടി പോയിക്കൊണ്ടിരുന്നത്. അതിൽ വേദനിക്കുന്നവരാണ് കേരളത്തിലെ ലക്ഷക്കണക്കിനുള്ള കമ്മ്യൂണിസ്റ്റുകാർ. അത് ആലപ്പുഴയിൽ തന്നെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരുടെ ചുറ്റും ജീവിക്കുന്ന സഖാക്കൾ പോലും അത്ര അവജ്ഞയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ആത്മനിഷ്ഠമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആലപ്പുഴയിലെ സഖാക്കളെ കാണുന്നത്. ഇതിൻ്റെ എല്ലാം പ്രകടനം അത് പാർട്ടിയുടെ സ്വാതന്ത്ര്യത്തോടുള്ള അഭിപ്രായ പ്രകടനം ആലപ്പുഴ സമ്മേളനത്തിൽ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ശക്തമായ വിമർശനവും ഇപ്പോൾ സഖാവ് ചന്ദ്രബാബുവിൻ്റെ വാക്കുകൾ നിങ്ങൾ തന്നെ പറഞ്ഞു. കൃഷ്ണപിള്ള സഖാവിൻ്റെ സ്മാരകത്തിൽ നടന്ന ആക്രമണം അദ്ദേഹത്തിന് സ്വയം വിമർശനമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു പാർട്ടി സെക്രട്ടറിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിച്ച അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പങ്കുണ്ട്. അതാണ് ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ. അതാണ് സഖാവ് കൃഷ്ണപിള്ള പറഞ്ഞ് വിമർശനം മാത്രം പോരാ, സ്വയം വിമർശനവും വേണമെന്ന്. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളും അതിൻ്റെ കലക്കി മറിച്ചിലുകളും ആണ് ആലപ്പുഴയിൽ നടന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ നുണയെ നാം തിരസ്കരിക്കേണ്ടിയിരിക്കുന്നു. അതായത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിയെയും നിശ്ചയദാർഢ്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് സഖാവ് സുധാകരൻ്റെ എന്തോ മഹാവിജയമാണ് ആലപ്പുഴയിൽ നടന്നത് എന്ന പച്ചക്കള്ളം, അതിൻ്റെ ആ സന്ദേശം, പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ സന്ദേശം സഖാവ് സുധാകരനടക്കം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, പിണറായി വിജയൻ്റെയും തോമസ് ഐസക്കിൻ്റെയും കൂട്ടുകെട്ട് ജി സുധാകരനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം CB ചന്ദ്രബാബു യോഗ്യനായിരുന്നു സമീപകാലത്തെ ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ. എങ്കിൽ പോലും സജി ചെറിയാനെ ജി സുധാകരൻ ഉയർത്തിക്കാണിച്ചത് പിണറായി വിജയൻ്റെയും തോമസ് ഐസക്കിൻ്റെയും കൂട്ടുകെട്ടിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന നിലയിലാണ് എന്നുള്ളത്. ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയാൽ തന്നെയും പിണറായി നോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പിണറായിക്ക് സ്വീകാര്യനായ ഒരാൾ സംസ്ഥാന സെക്രട്ടറിയായി വരികയും ആ സംസ്ഥാന കമ്മിറ്റിക്ക് ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ ഒരു റീജിയണൽ സത്രപ്പ് വലിയ തോതിലുള്ള അവിടെ സ്വാധീനം കാണിക്കുന്നു എന്നുള്ളത് ആലപ്പുഴയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതിൻ്റെ തെളിവല്ലേ? അതിനകത്ത് ആലപ്പുഴ ജില്ലയെക്കുറിച്ച് ശ്രീ മാധവൻകുട്ടി പറഞ്ഞ ഒരു ചരിത്രമുണ്ട്, വിഭാഗീയതയുടെ ഒരു ചരിത്രമുണ്ട്, ആദ്യന്തമുണ്ട്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതലുണ്ട്. ശരിയാണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ 2-3 സമ്മേളനങ്ങളിലൂടെ അത് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ്. പാർട്ടിയെക്കുറിച്ചും സമ്മേളനത്തിൽ നേരിട്ട് പങ്കെടുത്ത ആനത്തലോട്ട് ആനന്ദ സഹാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ്. ശരിയാണ്, നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പാർട്ടി, അതിന് പുറത്തുള്ള പാർട്ടി സംഘടനകൾ, അങ്ങേയറ്റ അനുഭാവികൾ, പിന്നെ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ബഹുജന സഞ്ചയം വോട്ട് ചെയ്യേണ്ടവരാണല്ലോ. ഈ വിഭാഗം ആളുകളുടെ ഒന്നും ശ്രീ ആനത്തലോട്ടം ആനന്ദൻ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വാസയോഗ്യമായി തോന്നുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇവിടെ എന്താ പ്രശ്നം? ആലപ്പുഴ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വലിയ ശബ്ദ കോലാഹലത്തോടെ കൃഷ്ണപിള്ള സ്മാരക ആക്രമണം വന്നു. ആ ആക്രമണം വന്നപ്പം പാർട്ടിയുടെ പാർട്ടി ആ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സമീപനമുണ്ട്, ആ രേഖയുണ്ട്. ആ രേഖയിൽ പോലീസ് എടുക്കുന്ന അക്കാര്യത്തിൽ എടുക്കുന്ന സമീപനം പൊതുവിൽ സ്വീകാര്യമെന്ന് കാണത്തക്ക വിധത്തിൽ വിഭാഗീയത തന്നെയാണ് ആ ആക്രമണത്തിന് കാരണമെന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിഭാഗീയത പരിഹരിക്കപ്പെട്ടു എന്നതിന് ശേഷമാണ് കുറഞ്ഞ പക്ഷം കൃഷ്ണപിള്ള സ്മാരകം ആക്രമിക്കുന്ന രീതിയിലേക്ക് ചെറ്റ സ്വഭാവത്തോടുകൂടിയ വിഭാഗീയത അവിടെ വെളിവാക്കപ്പെട്ടത്. ഇനി അത് കഴിഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആനത്തിലോട്ടാണെന്ന് പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഓരോ തവണയും വിഭാഗീയത പരിഹരിച്ചു എന്ന് പറയും, അതിനുശേഷം അടുത്ത സമ്മേളനത്തിൽ വീണ്ടും വിഭാഗീയത ഉണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ സാധാരണ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ പരിഹരിച്ചു എന്ന് പറഞ്ഞത് പരിഹാരമായില്ല എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് വരുന്ന അപകടം ഇത്തവണ പരിഹരിച്ചു എന്ന് പറയുമ്പോഴും പരിഹരിച്ചില്ല എന്ന് വിശ്വസിക്കേണ്ടി വരും. അത് നമ്മുടെ കീഴ്വഴക്കം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നേരത്തെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, വലിയ വലിയ കാര്യങ്ങളാണ് അവിടെ സംസാരിച്ചത്, ചർച്ച ചെയ്തത് എന്നൊക്കെ. അതൊക്കെ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഏറ്റവും അധികം ആളുകൾ സംസാരിച്ചത് കൃഷ്ണപിള്ള സ്മാരകവുമായി ബന്ധിപ്പിച്ചാണ്. അതേ സംബന്ധിച്ച് വിമർശനാത്മകമായി സംസ്ഥാന സെക്രട്ടറി തന്നെ സംസാരിക്കുകയുണ്ടായി. ആ നിലവാരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന അവസ്ഥയ്ക്ക് ഗൗരവതരമായ മാറ്റങ്ങൾ വരും. ഈ നേതൃമാറ്റം കൊണ്ടുപോലും എന്ന് കരുതുന്ന ഒരാളല്ല നികേഷ് ഞാൻ.
ഷ്യാനത്തലവട്ട ആനന്ദൻ, പരിഹരിച്ചു എന്ന് എല്ലാ കാലഘട്ടത്തിലും പറയുന്നു. പിന്നെ വീണ്ടും രേഖയിൽ വിഭാഗീയതയെക്കുറിച്ച് പറയുന്നു. അതാണ് ആലപ്പുഴയിൽ പി കൃഷ്ണപിള്ള സ്മാരകം ആക്രമിക്കപ്പെട്ടത് വിഭാഗീയത മൂലമാണ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതി വെക്കേണ്ടി വന്നത്. അപ്പോൾ ഇത്തവണ പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെയും പരിഹരിച്ചില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാകൂ. ഇതൊരു വലിയ വിമർശനമായി കാണണം ഷ്യാനത്തലവട്ടം ആനന്ദൻ. നികേഷ് ഈ കഴിഞ്ഞ തവണ നമ്മുടെ ഈ വിഭാഗീയത വന്നതിന് ശേഷം നമ്മൾ പാർട്ടി അംഗീകരിച്ച പ്രമേയത്തിലും പാർട്ടി നേതാക്കൾ നടത്തിയ പ്രസംഗത്തിലും ഈ വിഭാഗീയത ഉയർന്നു വന്നാൽ അത് സ്വിച്ചിട്ടാണ് അവസാനിക്കുന്നതല്ല. അത് മാക്സിമം ഒഴിവാക്കാനുള്ള വിഭാഗീയത കുറച്ചുകൊണ്ടാണ് ശ്രമം നടത്തിയിട്ടുണ്ട്. പൂർണ്ണമായും വിഭാഗീയത ഇല്ലാതായെന്ന് ഒരു സമ്മേളനത്തിലും ഒരു നേതാവും പറഞ്ഞിട്ടില്ല. വിഭാഗീയത തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യയശാസ്ത്രപരമായ രീതിയിലുള്ളൊരു വിഭാഗീയതയാണെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിന് ഒരു വ്യക്തത വരുന്നവരെ ചർച്ച ചെയ്തൊരു പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുന്നവരെ വിഭാഗീയത തുടരും. ഇവിടെ അങ്ങനെ പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് പാർട്ടി കോൺഗ്രസ് അങ്ങനെ ഒരു ചർച്ച എടുക്കുന്നവരെ വിഭാഗീയത തുടരേണ്ട കാര്യമില്ല. അതിൽ ആ വിഭാഗീയത തുടങ്ങിക്കഴിഞ്ഞ് അത് അവസാനിക്കുന്നത് പൂർണ്ണമായി അവസാനിച്ചില്ലെങ്കിലും അത് പിന്നെ വ്യക്തിപരമായ ചില വിദ്വേഷം കൊണ്ട് തുടർന്നെന്ന് വരാം. ഇത് ഈ പാർട്ടിയുടെ സ്ഥാപനം മുതലുള്ളതാണ്. ആദ്യകാലം മുതൽ പാർട്ടിയുടെ അകത്ത് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഓരോരുത്തർക്കും സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അവകാശമുള്ളൊരു പാർട്ടിയാണ്. അല്ലാതെ മുകളിൽ നിന്ന് കൽപ്പിക്കുന്നത് മാത്രം നടപ്പാക്കുന്ന ഒരു പാർട്ടിയല്ല. ബ്രാഞ്ചിലുള്ള സഖാവിന് മുതൽ അങ്ങ് കേന്ദ്ര കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി വരെ വിമർശിക്കാനും തൻ്റെ അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ് തൊഴിലാളി വർഗ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. ആ നിലയിൽ ഇതിൻ്റെ ഒരു പുതിയ കാര്യം പോലെയാണ് പറഞ്ഞു വരുന്നത്. ഈ വിഭാഗീയത ഇപ്പോഴും കണ്ട 10-15 വർഷക്കാലമായി തുടങ്ങിയാണെന്ന്. പാർട്ടിയുടെ ഇടയിൽ നയപരമായ പരിപാടിയിൽ പരിപാടിയെ സംബന്ധിച്ച്, സോവിയറ്റ് യൂണിയനോടുള്ള ബന്ധത്തെ സംബന്ധിച്ച്, ചൈനയുടെ നിലപാടിനെ സംബന്ധിച്ച് ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായം വന്നാണ് ഈ പാർട്ടി രണ്ടായത്. ആനത്തലവട്ടം ആനന്ദൻ, NM പിയേഴ്സൺ, N മാധവൻകുട്ടി, ഭാസുരേന്ദ്ര ബാബു, വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന്, HSവറിൽ ഇടപെട്ടതിന്.